ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഭഗവാന്റെ പുതിയൊരു നാമസങ്കീർത്തനമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പലരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ വരികൾ വേറെ ആയിരിക്കും. പക്ഷെ ഏറ്റു ചൊല്ലുന്ന വരിയില്ലേ, അതേതെന്നറിയോ? കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ എന്നുള്ള പാട്ടാ. അത് പലരും ഭാഗവത സപ്താഹ വേദികളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അതിൻ്റെ ഞാൻ കേട്ടിടത്തോളം ഞാനിത് ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഈ ബുക്കില്, നമ്മുടെ ഉദിത് ചൈതന്യ ജിയുടെ ബുക്കില് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ വേറെ വരികളായിട്ടുള്ളത് ഞാൻ കുറെ കേട്ടിട്ടും പാടിയിട്ടുമുണ്ട്. പക്ഷെ ഈ ഒരു വരി ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു കേൾക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പാടിത്തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ തിടുക്കായോ? എനിക്ക് പാടാനും തിടുക്കായി. അപ്പം നമുക്കങ്ങ് തുടങ്ങിയാലോ പെട്ടെന്ന് തന്നെ. അപ്പം ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. ഞാൻ പാടുന്ന സമയത്ത് നിങ്ങളും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലുക, പാടുക, ഭഗവാനെ മനസ്സിൽ കാണുക. അതൊക്കെ തന്നെ, എല്ലായ്പ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാട്ടാ. അപ്പോൾ സന്ധ്യാനേരത്തൊക്കെ പാടുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഭഗവാനിൽ സമർപ്പിതമായിട്ട് ഓരോന്ന് ചെയ്യാൻ സാധിക്കുന്നത് അതേ വിധത്തിൽ തന്നെ ചെയ്യാട്ടാ. അപ്പോൾ എൻ്റെ കണ്ണന് എല്ലാവർക്കും ഇഷ്ടമായ, എൻ്റെ കണ്ണനും ഇത് കേൾക്കുന്നുണ്ടല്ലോ, നമ്മുടെ കണ്ണനും ഇത് കേൾക്കുന്നുണ്ട്. പാടുമ്പോൾ തൊട്ടരികത്ത് ഇരുന്നിട്ട് തന്നെ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം, വൈകിപ്പിക്കുന്നില്ല. ദുഃഖമൊടുക്കുന്ന തമ്പുരാനേ കൃഷ്ണ, തൃക്കഴൽ ഞാനീതാ കുമ്പിടുന്നേൻ. ദുഃഖമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ, ദുഃഖമെടുത്തതു ജന്മമൂലം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ജന്മമെടുത്തതിനെന്തു മൂലം കൃഷ്ണ, ജന്മമെടുത്തതു കർമ്മമൂലം. കർമ്മമെടുത്തതിനെന്തു മൂലം കൃഷ്ണ, കർമ്മമെടുത്തതു രാഗമൂലം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. രാഗമെടുത്തതിനെന്തു മൂലം കൃഷ്ണ, തന്നെ നീനയായി ഗമാനമൂലം. തന്നെ നീനയായി വാനെന്തു മൂലം, അജ്ഞാനമാമ വിവേകമൂലം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. അജ്ഞാനം പോവതിനെന്തു മൂലം കൃഷ്ണ, അജ്ഞാനം പോവതു ജ്ഞാനം കൊണ്ടേ. ജ്ഞാനമുണ്ടാവതിനെന്തു മൂലം കൃഷ്ണ, ജ്ഞാനമുണ്ടാവതു ഭക്തി കൊണ്ടേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ഭക്തിയുണ്ടാവതിനെന്തു മൂലം കൃഷ്ണ, ഭക്തിയുണ്ടാവൂ വിരക്തി കൊണ്ടേ. ശക്തി പോയിടുവാനെന്തു മൂലം കൃഷ്ണ, ചിത്തത്തിൽ നല്ലൊരു ശുദ്ധി കൊണ്ടേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ.
ചിത്തശുദ്ധിക്കു ഞാനെന്തു ചെയ്വൂ കൃഷ്ണ, പുണ്യകഥകളെ കേട്ടുകൊള്ളൂ. സത്കഥ കേൾപ്പതിനെന്തു മൂലം കൃഷ്ണ, സജ്ജന സംഗതി ചെയ്തുകൊള്ളൂ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. സജ്ജന സംഗതിക്കെന്തു ചെയ്വൂ കൃഷ്ണ, വായുപൂരേശനെ സേവ ചെയ്യൂ. വായുഗൃഹാധിപ വാസുദേവ കൃഷ്ണ, ബാലഗോപാലക പാലയ മാം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ഏത് ചൊല്ലു? കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. അപ്പോൾ നല്ലൊരു പാട്ടല്ലേ, നല്ലൊരു നാമസങ്കീർത്തനം തന്നെയാണ് ഭഗവാന്റെ. ഇതിന്ന് നമുക്ക് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഇത് നമ്മൾ പാടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ശരിക്കും ഭഗവാനോട് നമ്മൾ ചോദ്യം ചോദിക്കുക, എന്താ ചെയ്യേണ്ട ഭക്തി വരാൻ, എന്താ ചെയ്യേണ്ട സന്തോഷം ലഭിക്കാൻ എന്നൊക്കെ ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ അതിന് ഉത്തരം തരിക ഈ പാട്ടിലൂടെ അല്ലേ. നമ്മൾ ചോദിക്കുന്നു, അതിന് ഉത്തരം ഭഗവാൻ തരുന്നു. ഇതാണ് ഈ പാട്ടിൻ്റെ എന്താ സാരം എന്ന് പറയുന്നത്. ആ വരിയിലെ ഓരോ വരിയിലെയും അർത്ഥം അത്ര ഭംഗിയായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഇത് എഴുതിയിരിക്കുന്നത് ഈ നാമസങ്കീർത്തനം. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് എന്താ ഇപ്പോൾ ഈ പാട്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും എന്താ പാട്ടിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞ് 1-2 ലൈനിൻ്റെ സ്റ്റാൻസ 2-3 സ്റ്റാൻസ പറയുകയാണെങ്കിൽ, ദുഃഖമൊടുക്കുന്ന തമ്പുരാനെ കൃഷ്ണ, തൃക്കഴൽ ഞാനിതാ കുമ്പിടുന്നേൻ. ദുഃഖമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ, ദുഃഖമെടുത്തത് ജന്മമൂലം. ഈസി ആയിട്ട് ദുഃഖം എടുത്തത് എന്താണ്? ദുഃഖം എടുത്തത് ജന്മമൂലമാണ്. ജന്മമെടുത്തതിന് എന്തേ മൂലം കൃഷ്ണ, ജന്മമെടുത്തത് കർമ്മമൂലം. കർമ്മമെടുത്തതിന് എന്തേ മൂലം കൃഷ്ണ, കർമ്മമെടുത്തത് രാഗമൂലം. അങ്ങനെ എല്ലാം ഭഗവാനോട് നമ്മൾ ഭക്തന്മാർ, ഭഗവാനെ സ്നേഹിക്കുന്നവർ ചോദിക്കുന്നു. അതിനുള്ള ഉത്തരം ഭക്തവത്സലനായ ഭഗവാൻ തിരിച്ചുത്തരം തരികയും ചെയ്യുന്നു. അപ്പം എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടമായോ? എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഈ പാട്ടിന് ഞാനിപ്പോൾ ഇട്ട ട്യൂണില്ലേ, അത് നന്നായിട്ട് ചേരുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ഇത് ഇങ്ങനത്തെ രീതിയിലാണോ പാടേണ്ടതെന്ന്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയോണ്ട്, ട്യൂണ് ചേർച്ചുള്ളത് തോന്നിയോണ്ട് അങ്ങനെ ഞാൻ പാടിയത്. എന്തായാലും ഈ നാമസങ്കീർത്തനത്തിന് പറ്റിയ ട്യൂൺ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി നിങ്ങൾക്ക് ഇത് പാടിത്തരാൻ എനിക്ക് കഴിഞ്ഞതിൽ. അപ്പോൾ ഞാൻ വേറൊരു നാമസങ്കീർത്തനമായിട്ട് നിങ്ങളുടെ മുന്നിൽ മറ്റൊരു ദിവസം വീണ്ടും എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനും കൃഷ്ണനും ബൈ പറയാട്ടാ. ബാബായി എന്ന് പറയുന്നത് ബൈ. കണ്ണച്ച എൻ്റെ കണ്ണച്ചനും ഞാനും കൂടെ ബൈ പറ കണ്ണ. ചേട്ടാ നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ.